രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് 104-ാമത്തെ എപ്പിസോഡാണ്, 10-ാമത്തെ അധ്യായമാണ്, 8-ാമത്തെ ശ്ലോകമാണ്. പിന്നെ അതുപോലെ ഇന്നത്തെ ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ ചോദ്യം ഹിന്ദുവിൻ്റെ മനസാക്ഷിയുടെ മുന്നാലെ ഞാൻ മുന്നോട്ടേക്ക് വയ്ക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്കാണ് നാരായണീയത്തിൻ്റെ ക്ലാസ്. അത് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധ. രാധയെക്കുറിച്ച് പലർക്കും ഒന്നും അറിയില്ല. ആ കണ്ണൻ്റെ രാധയെക്കുറിച്ച് നിരവധി റിസർച്ച് നടത്തിയിട്ട് ഒരു ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. കേൾക്കുക. എല്ലാ ബുധനാഴ്ചയും ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ, ആ ജയദേവ കവിയുടെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ജീവിത കഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് നേരിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ 96453399 എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കേൾക്കുക. ജ്യോതിഷപരമായ സംശയത്തിനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രാധിക കവചമുണ്ട്. ആ രാധിക കവചം നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. രാധിക കവചം നിങ്ങൾ കേൾക്കണം. വളരെ പ്രയോജനമാണ്. രാധിക കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും കേട്ടിട്ട് രാധാ സഹസ്രനാമമുണ്ട്, വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് കേൾക്കുക. അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. അതെന്ന് പറഞ്ഞാൽ തികച്ചും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുനരവതാരമാണ്. ആരെന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ ഭാര്യയായ യശോദയാകട്ടെ രാധാറാണിയുടെ പുനരവതാരമാണ്. അത് നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണം.
അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് കിടക്കും. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലും ആ ക്ഷേത്രങ്ങളെക്കുറിച്ച്, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും ഉണ്ട്. പിന്നെ എൻ്റെ മാസ്റ്റർ പീസായ ഒരു ഹിന്ദു മരിക്കുന്നതിന് മുമ്പ് കേട്ടിരിക്കേണ്ട ഒന്നാണ് അഷ്ടാവക്ര ഗീത. പിന്നെ അത് നിശ്ചയമായും കേൾക്കണം. പിന്നെ എന്നും രാവിലെ നിങ്ങൾക്ക് 5:30 മണിയാകുമ്പോൾ ഉറക്കം എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ആ മോർണിംഗ് മെസ്സേജ് ഉണ്ട്, അതും നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പാടിത്തരുന്നത് ഭജഗോവിന്ദത്തിലൂടെയും അതേ കണക്ക് തന്നെ ഇതിനു മുമ്പ് നാരായണീയം പാടുകയും അഷ്ടപതി പാടുകയും ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയ രാധേ രാധേ ചാനലിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട അൽബയാണ്. അൽബ ഹൃദയത്തിൽ തട്ടി സാക്ഷാൽ നാരായണനെ ഹൃദയത്തിൽ ആവാഹിച്ച് അത്യധികമായ ഭക്തിയോടുകൂടി എന്തും മധുരമായിട്ടാണ് നമ്മുടെ അൽബ പാടുന്നതെന്നറിയാമോ? രാധേ രാധേ ചാനല് എപ്പം അൽബയോട് ആവശ്യപ്പെട്ടാലും അപ്പോഴെല്ലാം ഒരു മടിയും കൂടാതെ തന്നെ നമ്മുടെ അൽബ നമുക്ക് പാടിത്തരും. അങ്ങനെ അൽബ സാക്ഷാൽ നാരായണനെ ഹൃദയത്തിൽ ആവാഹിച്ച് അതിമനോഹരമായിട്ട് അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ധർമാധികാനഭിസൃജന്നദകർത്തമം ച വാണീഭിദായ വിധിരംഗജസംഗുലോ ഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷമുഖേസ്തനൂജൈ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. അപ്പോൾ നമ്മുടെ അൽബ അത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. ധർമാധികാനഭിസ്യ ജന്നത കർത്തമം ച വാണീം വിധായ വിധിരംഗജ സംകുല അഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷമുഖൈസ്തനൂജൈ രുദ്ബോധിതച്ഛ വിരരാമ തമോ വിമുഞ്ചൻ. അർത്ഥം എഴുതിക്കൊള്ളൂ. ധർമാധികാൻ, അർത്ഥം ധർമ്മദേവൻ തുടങ്ങിയവരെയും അഭിസ്യജൻ സൃഷ്ടിച്ചുകൊണ്ട് അഥ പിന്നെ കർദമം ച കർദമനെയും, പിന്നെ ആരെ സൃഷ്ടിച്ചു? കർദമനെയും വാണീം വിധായ വാണീദേവിയെ സൃഷ്ടിച്ചു. അർത്ഥം എഴുതുന്നുണ്ടല്ലേ? വാണീദേവിയെ സൃഷ്ടിച്ചു. വിധി അർത്ഥം ബ്രഹ്മാവ്, വിധി ബ്രഹ്മാവ്. അങ്കജ കാമദേവൻ, അങ്കജ സങ്കുലോ ഭൂത്, അങ്കജ സങ്കുലോ അഭൂത്. അർത്ഥം കാമപീഡിതനായി തീർന്നു. ത്വദ്ബോധിതൈ അർത്ഥം അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട്. സനകദക്ഷമുഖൈ തനൂജൈ അർത്ഥം സനകൻ ദക്ഷൻ തുടങ്ങിയ പുത്രന്മാരാൽ ഉദ്ബോധിതച്ഛ
അർത്ഥം പ്രേരിപ്പിക്കപ്പെട്ട്, ഉദ്ബോധിതക്ഷ അർത്ഥം പ്രേരിപ്പിക്കപ്പെട്ട്, വിരരാമ വിരരാമ വിരമിക്കുകയും ചെയ്തു, വിരരാമ വിരമിക്കുകയും ചെയ്തു. തമോ വിമുഞ്ചൻ അർത്ഥം തമസ്സിനെ ഉപേക്ഷിച്ച്, തമോ വിമുഞ്ചൻ തമസ്സിനെ ഉപേക്ഷിച്ച്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് ബ്രഹ്മാവ് ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചു. അതിനുശേഷം വാണീദേവിയെ സൃഷ്ടിച്ചു. സരസ്വതിയെ കണ്ട് ബ്രഹ്മാവ് കാമപീഡിതനായി തീർന്നു. ഭഗവാൻ വിഷ്ണുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് സനകൻ, ദക്ഷൻ തുടങ്ങിയ പുത്രന്മാരാൽ ബോധ്യം വന്ന് തമസ്സിനെ ഉപേക്ഷിച്ച് എന്തു ചെയ്തു? അദ്ദേഹം അതിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. അപ്പൊ ഇവിടെ പറഞ്ഞത് ബ്രഹ്മാവ് ധർമ്മദേവനെയും പിന്നെ കർദമനെയും മറ്റുമൊക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം സരസ്വതീ ദേവി, അതാണ് വാണീദേവിയെ സൃഷ്ടിച്ചു. പക്ഷെ സരസ്വതീ ദേവിയെ കണ്ടപ്പം ബ്രഹ്മാവ് കാമപീഡിതനായി തീർന്നു. ഭഗവാൻ വിഷ്ണുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് സനകൻ, ദക്ഷൻ തുടങ്ങിയ പുത്രന്മാരാൽ ബോധ്യം വന്നിട്ട് എന്തു ചെയ്തു? തമോ ഗുണത്തിൽ നിന്ന് നമ്മുടെ ബ്രഹ്മാവ് മോചനം പ്രാപിക്കുകയും ചെയ്തു. അതായത് മരീചി തുടങ്ങി നാരദൻ വരെയുള്ളവരെ ആര് സൃഷ്ടിച്ചു? നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇതൊരു വല്ലാത്ത ശ്ലോകമാണ്, നിങ്ങൾ കേൾക്കണം. മരീചി തുടങ്ങി നാരദൻ വരെയുള്ളവരെ നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ധർമ്മദേവനെയും കർദമനെയും സൃഷ്ടിച്ചു. ധർമ്മദേവനെയും കർദമനെയും സൃഷ്ടിച്ചു. ഇത്രയുമാണ് നമ്മുടെ ഈ ശ്ലോകം പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഇതിനകത്തൊരു കാര്യം പറയുന്നു. ഭാഗവതത്തിൽ നിങ്ങൾക്ക് കാണാം, ധർമ്മസ്തനാത് ദക്ഷിണതോ എത്ര നാരായണ സ്വയം എന്നാ പറയുന്നത്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ് തൻ്റെ നാരായണത, അതായത് സാക്ഷാൽ നാരായണൻ തൻ്റെ വലത്തെ മുലയിൽ നിന്നും താൻ തന്നെയായ ധർമ്മനെ അല്ലെങ്കിൽ ധർമ്മദേവനെ സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ? ഭാഗവതത്തിൽ പറയുക, ധർമ്മസ്തനാത് ദക്ഷിണതോ എത്ര നാരായണ സ്വയം. തൻ്റെ വലത്തെ മുലയിൽ നിന്നും നാരായണൻ താൻ തന്നെയായ ധർമ്മനെ സൃഷ്ടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ധർമ്മത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മദേവനെ സൃഷ്ടിച്ചു. തുടർന്ന് പൃഷ്ഠത്തിൽ നിന്ന് ലോകഭയങ്കരനായ മൃത്യുവിൻ്റെ ഇരിപ്പടമായ അധർമ്മനെ എന്ന് പറഞ്ഞാൽ അധർമ്മത്തെയും സൃഷ്ടിച്ചു. അപ്പൊ സാക്ഷാൽ മഹാവിഷ്ണു ധർമ്മവും സൃഷ്ടിച്ചു, അധർമ്മവും സൃഷ്ടിച്ചു. ധർമ്മത്തിന് ദേവൻ ധർമ്മദേവൻ, അധർമ്മത്തിന് ദേവൻ അധർമ്മനാകുന്നു. അതിനുശേഷം തൻ്റെ ഹൃദയത്തിൽ നിന്ന് കാമദേവനെ സൃഷ്ടിച്ചു. ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ സാക്ഷാൽ നാരായണൻ തൻ്റെ വലതുമുലയിൽ നിന്ന് ധർമ്മനെയും പൃഷ്ഠത്തിൽ നിന്ന് ലോകഭയങ്കരനായ മൃത്യുവിൻ്റെ മരണത്തിൻ്റെ ഇരിപ്പടമായിട്ടുള്ള അധർമ്മനെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് കാമനെ സൃഷ്ടിച്ചു. പിന്നെ പുരികത്തിൽ നിന്ന് ക്രോധനെ സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ ക്രോധം, ഓരോന്നിനും ഓരോ ഇത് കൊടുത്തിരിക്കുക. ക്രോധനെ സൃഷ്ടിച്ചു. അധരത്തിൽ നിന്ന് ലോഭനെ എന്ന് പറഞ്ഞാൽ ലോഭം. കാമ, ക്രോധ, ലോഭ, മോഹം എന്ന് നമ്മൾ പറയത്തില്ലേ? അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാമനെ സൃഷ്ടിച്ചു, പുരികത്തിൽ നിന്ന് ക്രോധത്തെ സൃഷ്ടിച്ചു, അധരത്തിൽ നിന്ന് ലോഭത്തെ സൃഷ്ടിച്ചു, ലിംഗത്തിൽ നിന്ന് സമുദ്രത്തെ സൃഷ്ടിച്ചു, തൻ്റെ നിഴല് ഛായയിൽ നിന്ന് കർദമനെയും സൃഷ്ടിച്ചു. ഇത്രയുമാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കുക. ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ നാരായണൻ ധർമ്മനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് മൃത്യുവിനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അധർമ്മനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഹൃദയത്തിൽ നിന്ന് കാമനെ സൃഷ്ടിച്ചു. കാമനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ക്രോധത്തെയും ലോഭത്തെയും സമുദ്രത്തെയും തൻ്റെ നിഴലിൽ നിന്ന് കർദമനെയും ഒക്കെ സൃഷ്ടിച്ചത്. അതിനുശേഷം ബ്രഹ്മാവ് വാണീദേവിയെ സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം കാമന്റെ കാര്യം പറയുന്നില്ല.
മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ഭാഗവതത്തിൽ അങ്ങനല്ല. കാമനെ സൃഷ്ടിച്ചിട്ട് ആരെ സൃഷ്ടിച്ചു? വാണീദേവി. വാണീദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? വാണീദേവി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സരസ്വതി ദേവിയാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ആ നമ്മുടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വാണീം വിധായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാണീം വിധായ. വാണീം വിധായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വാണീം വിധായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മറ്റ് സൃഷ്ടികൾ നടത്താൻ എടുത്തതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? സാക്ഷാൽ സരസ്വതി ദേവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സരസ്വതി ദേവിയിൽ, വാണി ദേവിയിൽ ബ്രഹ്മാവിനൊരാസക്തി വന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഭട്ടതിരിപ്പാട് സരസ്വതിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് കാമദേവനെ സൃഷ്ടിച്ചതായി ഭട്ടതിരിപ്പാട് പറയുന്നില്ല. നമ്മുടെ നാരായണീയത്തിൽ കാമദേവന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഭാഗവതം പറയുന്നുണ്ട്. ഭാഗവതം പറയുന്നു കാമദേവനെ സൃഷ്ടിച്ചിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? വാണീദേവിയെ സൃഷ്ടിച്ചതെന്നും അങ്ങനെ കാമദേവന്റെ പ്രേരണയ്ക്ക് നമ്മുടെ ബ്രഹ്മാവ് വിധേയനായിട്ട് സരസ്വതി ദേവിയെ പ്രാപിക്കാനായിട്ട് ആ ബ്രഹ്മാവ് ആഗ്രഹിച്ചു. മനസ്സിലായി? അപ്പൊ ബ്രഹ്മാവിന്റെ തന്നെ സൃഷ്ടിയാണ് സരസ്വതി ദേവി. ആ സരസ്വതി ദേവിയെ പ്രാപിക്കാൻ ആരാഗ്രഹിച്ചു? ബ്രഹ്മാവ് ആഗ്രഹിച്ചു. ഇത് അതായത് താൻ തന്നെ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടിയെ തന്നെ ഇപ്പൊ കാമാസക്തനായി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് മോശപ്പെട്ട ഗുണമാണ്. ആ മോശപ്പെട്ട ഗുണത്തെയാണ് നമ്മൾ തമോ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ബ്രഹ്മാവിനെ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ തുടർന്നുള്ള കർമ്മങ്ങളെല്ലാം തമോ ഗുണപ്രധാനമായി മാറും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ദക്ഷനെയും സനകനെയുമൊക്കെ, അതായത് ബ്രഹ്മാവിന്റെ മറ്റു പുത്രന്മാരായ ദക്ഷനോടും സനകനോടും ബ്രഹ്മാവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയുകയും അങ്ങനെ ആരാണ്? ദക്ഷനും സനകനും ആരുടെ അടുക്കൽ വന്നു? പിതാവായ ബ്രഹ്മദേവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രഹ്മദേവന്റെ മോഹം ശരിയല്ല, നമ്മുടെ തന്നെ സൃഷ്ടിയോട് നമുക്ക് കാമാസക്തി പാടില്ല. അപ്പം ഇവിടെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രഹ്മാവ് വാണീദേവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ വാണീദേവിയുടെ സൗന്ദര്യത്തിൽ ബ്രഹ്മാവ് ഭ്രമിച്ചു പോവുകയും അങ്ങനെ കാമം ഉണ്ടാവുകയും വാണീദേവിയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ സാക്ഷാൽ നാരായണൻ ഇടപെട്ടിട്ട് സനകനെയും, അതായത് ബ്രഹ്മാവിന്റെ പുത്രന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ഇത് ശരിയല്ല പിതാവേ, ഇതിൽ നിന്ന് അങ്ങ് പിന്മാറണം. കാരണം സനകനൊക്കെ ആ ഋഷി തുല്യമായി അതിനേക്കാൾ ശ്രേഷ്ഠമായി ജീവിക്കുകയാണ്. അപ്പൊ സ്വന്തം മക്കള് വന്നിട്ട് അച്ഛാ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് തമോ ഗുണം കൊണ്ടാണ് ഇത് വന്നതെന്നും ആ തമോ ഗുണം ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ തന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടിയോട് കാമാസക്തി തോന്നുന്ന വികാരത്തിൽ നിന്ന് മോചിതനാകാൻ തീരുമാനിക്കുകയും അങ്ങനെ തൻ്റെ മക്കൾ വന്നിട്ട് അച്ഛാ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആ വികാരത്തെ ഉപേക്ഷിച്ച് സ്വയം നിയന്ത്രിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. ബ്രഹ്മാവിനെ പോലെ ലോക സൃഷ്ടാവായ ദേവൻ പോലും മായയുടെ ആകർഷണത്തിൽ പെട്ടുപോയി. മനസ്സിലായില്ലേ? ബ്രഹ്മാവിനെ പോലെ ലോക സൃഷ്ടാവായ ദേവൻ പോലും മായയുടെ ആകർഷണത്തിൽ പെട്ടുപോയി. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? കാമപ്രേരണയെ പുത്രന്മാരുടെ ഉപദേശം കൊണ്ടാണ് ബ്രഹ്മാവ് ഈ കാമപ്രേരണയിൽ നിന്ന് പിന്മാറിയത്. അവിടെ മറ്റൊരു ഗുണപാഠവും തരുന്നുണ്ട്. നല്ല ഉപദേശം ആര് തന്നാലും അത് സ്വീകരിക്കണം. അല്ലാതെ പുത്രന്മാര് വരുമ്പോൾ നീ എന്നെ പഠിപ്പിക്കണ്ട, ആരുപദേശിക്കുന്നു എന്നതല്ല, ഉപദേശം നല്ലതാണോ മോശമാണോ എന്നതാണ് പ്രധാനം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആത്മാർത്ഥതയുള്ള ഹിന്ദുവിനെ പലയിടത്തും ഉത്തരം മുട്ടിക്കുന്ന ഇത്തരം പല കാര്യങ്ങളും ഹിന്ദു പുരാണത്തിലുണ്ട്. അത് നീക്കം ചെയ്യേണ്ടതാണ്. നോക്കൂ, ബ്രഹ്മാവ് സ്വന്തം സൃഷ്ടിയെ തന്നെ
സ്വന്തം സൃഷ്ടിയോട് കാമം തോന്നുകയാണ്. അപ്പൊ ദൈവത്തിന് പോലും അങ്ങനെ കാമം തോന്നിയാൽ അപ്പൊ പിന്നെ മനുഷ്യൻ ഞങ്ങളുടെ കാര്യം പറയണോ എന്ന് പറഞ്ഞ് ഇതിലേക്ക് പോയാലോ എന്ന് മാത്രവുമല്ല, നമ്മൾ തിരിച്ചു പറയുക, മനുഷ്യരായ നമ്മൾ പോലും ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട്, മനുഷ്യരായ നമ്മൾ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ബ്രഹ്മാവ് ചിന്തിച്ചല്ലോ എന്ന് പറഞ്ഞാലോ, ഇത് നമുക്ക് ഏതെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഇത് മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് നാരായണന് ബോധ്യം വരികയും ബ്രഹ്മാവിന്റെ മക്കളെ കൊണ്ട് ഉപദേശിച്ച് പിൻവാങ്ങിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്തിനാണ് ഹിന്ദു പുരാണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥകൾ സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി വലിയ പണ്ഡിതന്മാർക്ക് ഇതിനെക്കുറിച്ച് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും, ഇതിന്റെ പിന്നിൽ അങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആ വാക്കർത്ഥം എടുക്കരുത്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഹിന്ദുക്കൾ എല്ലാവരും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതോ പണ്ഡിതന്റെ പ്രഭാഷണം കേൾക്കാൻ നിൽക്കുന്നതോ അല്ല. നല്ലൊരാൾക്കാരും ജീവിക്കാൻ പാടുപെടുന്നവരാണ്. രാവിലെ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, അല്ലേ? ഓഫീസുകളിൽ തൂക്കാനും തുടയ്ക്കാനും പോകുന്നതുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത നിരവധി ഹിന്ദുക്കളുണ്ട്. അവരെങ്ങും ഈ പ്രഭാഷണം പോലും കേൾക്കില്ല. ആരെങ്കിലും പറയുമ്പോൾ ദാ ബ്രഹ്മാവ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കാര്യം പറയണോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് സമൂഹത്തിൽ ഒരു വിപരീത സ്ഥിതി സൃഷ്ടിക്കും. ഇത് ഹിന്ദുക്കളുടെ എന്താണെന്ന് അറിയാൻ വയ്യ. ഹിന്ദു പുരാണത്തിലെ ഒരു കുഴപ്പമാണ്. ഇതൊക്കെ ഓരോരുത്തരും പിൽക്കാലത്ത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് എഴുതി ചേർത്തതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യുമോ? സ്വന്തം സൃഷ്ടിയോട് ആഗ്രഹം തോന്നുമോ? അപ്പൊ ദൈവങ്ങള് ഇങ്ങനെ ചെയ്താൽ മനുഷ്യന് പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ ദൈവങ്ങൾ അങ്ങനെ ചിന്തിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ഹിന്ദുക്കൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നിങ്ങൾ പുരാണങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കരുതേ. പുരാണങ്ങളിൽ ഒരുപാട് കുഴപ്പമുണ്ട്. എന്നിട്ടിപ്പോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയും, ഇത് കുഴപ്പമൊന്നുമല്ല, നിങ്ങൾ ആ വരിയുടെ അർത്ഥം എടുക്കരുത്, അതിന്റെ പിന്നിൽ ഇന്ന വലിയ തത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ സംസ്കൃത ശ്ലോകമൊക്കെ ചൊല്ലി വ്യാഖ്യാനിക്കും. മനസ്സിലല്ലേ? അത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? പുരാണങ്ങൾ സാധാരണക്കാർക്ക് വായിക്കാൻ തക്കവണ്ണം ലളിതമാകണം. ഇപ്പൊ ബൈബിളിന്റെയും ഖുറാന്റെയും ഒക്കെ പ്രത്യേകത എന്താണ്? അതിന് വലിയ ഇന്റർപ്രിട്ടേഷന്റെ കാര്യമൊന്നുമില്ല. ഏത് സാധാരണക്കാരനും അത് വായിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാകും. ഇത്തരം മനുഷ്യൻ നിയമവിരുദ്ധമായി ചെയ്യുന്നതൊന്നും പറയുന്നില്ല. ഹിന്ദു പുരാണത്തിൽ മാത്രം ഇത് എഴുതി വെക്കും. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഒരുപറ്റം പണ്ഡിതന്മാർ വരും. നല്ലവരായ സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ആകെ ആശയക്കുഴപ്പമാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ദൈവം എഴുതിയതല്ല. നമ്മുടെ പുരാണങ്ങൾ പലതും, നമ്മുടെ നല്ല മിക്ക പുരാണങ്ങളും ദൈവമല്ല എഴുതുന്നത്, മനുഷ്യൻ എഴുതുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ അവന്റെ അഭിപ്രായങ്ങളും കൂടെ ഇതിനകത്ത് എഴുതി ചേർക്കുന്നതാണ്. എന്തായാലും ശരി തന്നെ, ഈ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മദേവനായെങ്കിലും അത് ചെയ്തത് തെറ്റാണ്, അത് തിരുത്തുക തന്നെ വേണം. പുത്രന്മാര് വന്നപ്പോൾ അത് തിരുത്താൻ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുരാണങ്ങൾ വായിക്കാം, പക്ഷെ കണ്ണും പൂട്ടി നിങ്ങൾ പുരാണങ്ങളെ സ്വീകരിക്കരുതേ. ഒരു പരിധി വരെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി സ്വീകരിക്കാവുന്ന ഒന്നുണ്ട്, ഉപനിഷത്തുകൾ. അത് ഭയങ്കര അക്ഷയ കരികളാണ്. മനസ്സിലായില്ലേ? ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്ത രത്നങ്ങളാണ്. ആ ഉപനിഷത്തുകൾ നമുക്ക് കണ്ണും കൂട്ടി സ്വീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെ പല പല കുഴപ്പങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. പുരാണങ്ങൾ വായിക്കുക, വേണ്ടുന്നത് സ്വീകരിക്കുക, വേണ്ടാത്തതിനെ അത് തെറ്റെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക തന്നെ വേണം. തെറ്റിനെ ന്യായീകരിച്ച് ശരിയാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്ന കുറെ സന്യാസി വര്യന്മാരും കുറെ പണ്ഡിതന്മാരുമാണ് നമ്മുടെ ശാപമെന്ന് അറിയുക. അപ്പോൾ ഇതിലൊരു വലിയ ഗുണപാഠമുണ്ട്, അതും കേൾക്കുക. അല്ലേ, ബ്രഹ്മാവ് തൻ്റെ മക്കൾ ഉപദേശിച്ചപ്പോൾ, മക്കൾ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്, നിന്നേക്കാൾ അറിവുള്ളവനാണ് ഞാൻ, സൃഷ്ടി നടത്തുന്നവനാണ് എന്ന അഹങ്കാരത്തിൽ അത് സ്വീകരിക്കാതിരുന്നില്ല. അപ്പോൾ നല്ല ഉപദേശം ആരിൽ നിന്നുണ്ടായാലും അത് സ്വീകരിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം
ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.